എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. നമ്മൾ നഖത്തിലിടുന്ന നെയിൽ പോളിഷ് വെച്ചിട്ട് നഖത്തിലിടാനല്ലാതെ വേറെ ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചില സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും. പക്ഷേ നമ്മളത് പെട്ടെന്ന് ഓർക്കില്ല ഇങ്ങനെ ചെയ്യാം നെയിൽ പോളിഷ് വെച്ചിട്ട് അത് ശരിയാക്കാമെന്നൊക്കെ. അപ്പോൾ ആ ഒരു കൊച്ചു കൊച്ചു ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ കുത്തുന്ന സമയത്ത് നമുക്ക് ചാർജറിൻ്റെ പിന്നിൻ്റെ മുകൾ ഭാഗം എവിടേക്കാണ് വരേണ്ടത്, ബാക്കിലേക്ക് ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം ഒരു ഭാഗത്തിന് വീതി കുറവും വീതി കൂടുതലുമാണ് ഒരു സൈഡ്. പെട്ടെന്ന് ചെറിയ ലൈറ്റ് കുറവൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് നമുക്ക് ചാർജറിൻ്റെ ഏത് ഭാഗമാണോ മുകളിലോട്ട് വരേണ്ടത് ആ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കുക, ഒരു അടയാളം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കുത്തി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ ട്രൈ ചെയ്തിട്ട് ചാർജറിൻ്റെ പിന്നും ഫോണിൻ്റെ പിന്നും കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. ഫാൻസി ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്റ്റോണുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, ഇതൊരു കമ്മലാണ് കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റോൺ താഴെ വീണപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇടാൻ പിന്നെ ഒരു മടിയാണ്, അത് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് അറിയാതിരിക്കാനായിട്ട് ആ സെയിം കളറുള്ള നെയിൽ പോളിഷ് എടുക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ചെറിയ സ്പോട്ട് നെയിൽ പോളിഷ് അതിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു സ്ഥലത്തൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കാതിലിടുന്ന സമയത്ത് ഒട്ടും അറിയില്ല അത് സ്റ്റോൺ പോയതാണെന്ന്. പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അവിടെ വരുമല്ലോ, പെട്ടെന്ന് അത് കല്ല് തന്നെയാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ ഈ നെയിൽ പോളിഷ് വെച്ചിട്ട് പരിഹരിക്കാൻ പറ്റും. ഏത് കളറ് സ്റ്റോൺ ആണോ അതിനനുസരിച്ചുള്ള നെയിൽ പോളിഷ് നമ്മുടെ അടുത്ത് വേണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ അടുത്ത ടിപ്പ് പറയാം. ചിലർക്കൊക്കെ ഈ ഫാൻസി ഓർണമെൻറ്റ്സ് പ്രത്യേകിച്ച് കമ്മലൊക്കെ ഇടുമ്പോൾ അലർജി വരാറുണ്ട്, ഇങ്ങനെ പഴുക്കുന്ന പോലെയൊക്കെ. അത് അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കമ്മലൊക്കെ ആണെങ്കിൽ കമ്മലിനോട് നമ്മുടെ സ്കിന്ന് കോണ്ടാക്റ്റ് വരുന്ന ആ അടിഭാഗമല്ലേ, അവിടെ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒട്ടും അറിയില്ലല്ലോ. ആ ഒരു ട്രാൻസ്പാരൻറ്റ് നെയിൽ പോളിഷ് എടുത്തിട്ട് അവിടെ ഒന്ന് കോട്ടായിട്ട് ഒരു കോട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സ്കിന്നായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അലർജി ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഒരേപോലെ പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നുന്ന ചാവികൾ ഉണ്ടാവും. 2 ഡോറിൻ്റെയോ അല്ലെങ്കിൽ 2 എന്തെങ്കിലും വണ്ടിയുടെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, തിരക്കിലൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്നിന് ഒരു കളറും ഇതുപോലെ മറ്റൊന്നിന് വേറൊരു കളറും അടിച്ചു കൊടുക്കുക. നെയിൽ പോളിഷ് കൊണ്ട് ജസ്റ്റ് ഒരു സ്പോട്ട് പോലെ ആയാലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇന്ന സാധനത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും, വേഗം എടുക്കാനും പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലോക്കിനും അതിൻ്റെ സെയിം കളർ കൊടുക്കാം. അപ്പോൾ ലോക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിങ്ക് ആണെങ്കിൽ ലോക്കിലും കൂടി ഒരു പിങ്ക് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി അതിൻ്റെ തന്നെ സെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തത്, ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ഹെയർ ക്ലിപ്പാണ്. ഇതിന് നമുക്ക് ഒരു പിങ്ക് ഡ്രസ്സ് ഇപ്പോൾ പുതിയത് വാങ്ങി അതിനൊരു മാച്ചായിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിങ്ക് കളറ് നെയിൽ പോളിഷ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാവനയ്ക്കനുസരിച്ച് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം. ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ വെറുതെ സ്പോട്ട് ഇടാൻ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ആയാലും മതി. നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ ആ കളറൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ക്ലിപ്പ് കുത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും, നല്ല മാച്ചായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിപ്പോൾ വേണ്ടാന്ന് തോന്നിയാൽ റിമൂവർ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി, അതപ്പോൾ തന്നെ പോകും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫാൻസി വളകളിലും ഇതുപോലെ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇങ്ങനെ ജസ്റ്റൊക്കെ ഒരു സ്പോട്ടൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനാമലുള്ള വളകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഇനാമലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നെയിൽ പോളിഷ് വെച്ചൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവേ ഇല്ല അത് നമ്മൾ ചെയ്തതാണെന്ന്. പിന്നെ വേണ്ടെങ്കിൽ നമുക്ക് കളയുകയും ചെയ്യാം. ഇനി അടുത്തൊരു ടിപ്പ് പറയാം. നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് പെട്ടെന്ന് അതിൻ്റെ നൂലിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോരുന്നത് കാണാറുണ്ട്. പുതിയൊരു ഷർട്ടായാലും ഒരു പ്രാവശ്യം അലക്കി കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ വീണ്ടും ബട്ടൺസ് തുന്നി വയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുതിയ ഷർട്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ആ നൂലിലൊന്ന് ആക്കി കൊടുത്താൽ ആ ബട്ടൺ അവിടെ നിന്ന് നൂല് അഴിഞ്ഞു പോരാണ്ട് കറക്റ്റ് അതിൽ ഫിക്സ് ആയിട്ട് ഇരുന്നോളും.
ഇനി അടുത്തത്, കുട്ടികളൊക്കെ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബോട്ടിൽസാണ് അധികവും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ മാറിപ്പോവാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയാണ് മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും. അപ്പോൾ അത് ഒരെണ്ണം മിസ്സായാൽ നല്ല നഷ്ടമാണ്. അപ്പോൾ അത് മിസ്സാവാണ്ട് പോവാനായിട്ട് നമുക്ക് ഇതുമ്മേ നെയിൽ പോളിഷ് വെച്ച് പേരെഴുതി കൊടുക്കാം. നെയിൽ പോളിഷ് ആകുമ്പോൾ വാഷ് ചെയ്താൽ പോവില്ല, പിന്നെ കുറേ നാളൊക്കെ കഴിയുമ്പോഴേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മാറിപ്പോയാലും അത് നമുക്ക് തിരിച്ച് കിട്ടും. ക്യാമറ ഓപ്പോസിറ്റ് വെച്ച് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലെറ്റേഴ്സ് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും ഈ ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ എല്ലാവരും ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും അല്ല, ഞാൻ റൈറ്റ് ഹാൻഡ് തന്നെയാണ്. അതും നിങ്ങൾക്ക് ക്യാമറയിൽ തോന്നുന്നതാണ്. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് ഇതുപോലെ തന്നെ കുടയിലും പേരെഴുതാനായിട്ട് ഈ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം. കുട മിസ്സാവുന്നത് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ നെയിൽ പോളിഷ് വെച്ച് എഴുതുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വെള്ളമൊന്നും തട്ടിയാലും പോവാത്ത രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നെയിൽ പോളിഷ് ഉള്ളവരൊക്കെ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ടിഫിൻ ബോക്സിലും ഒക്കെ നമുക്ക് പേരെഴുതി കൊടുക്കാം. വെള്ളം തട്ടിയാലും നെയിൽ പോളിഷ് പോവുകയില്ല. അതുകൊണ്ട് നമുക്കത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ പെന്നാണെങ്കിൽ പിന്നെ ഒരു പെന്ന് മിസ്സായാൽ അത് എൻ്റെയാണ് മിസ്സായത്, നിൻ്റെ അല്ല, ഇങ്ങനെയുള്ള വഴക്കുകളൊക്കെ കുട്ടികൾ നമ്മൾ എപ്പോഴും ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ഒരാളുടെ പെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ താഴെ ഭാഗത്തോ എവിടെയെങ്കിലും ഒന്ന് നെയിൽ പോളിഷ് വെച്ച് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാക്കി വയ്ക്കുക. ഒരെണ്ണത്തിന് ഒരു കളറും മറ്റേതിന് വേറെ കളറും. അപ്പോൾ ക്ലാസ്സിലായാലും കുട്ടികൾക്ക് ഒരേപോലത്തെ പെന്നാണെങ്കിൽ ഈ ഒരു തെറ്റിയിട്ടുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ വീട്ടിലെ മിക്സിയുടെയോ അല്ലെങ്കിൽ ഫ്രൈ പാൻ്റെ പിടിയുടെയോ ഒക്കെ ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ ലൂസായി വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സ്ക്രൂവിൽ ഒന്ന് നൈൽ പോളിഷ് ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഉറച്ചിട്ടിരിക്കും. നൈൽ പോളിഷ് ആക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം സ്ക്രൂ. അപ്പോൾ അത് തുരുമ്പ് പിടിക്കാതിരിക്കാനും നല്ലതാണ്. അതുപോലെ സ്ക്രൂ ലൂസായിട്ട് പോരാതിരിക്കാനും നല്ലതാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മൊബൈൽ കവറൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് നൈൽ പോളിഷ് യൂസ് ചെയ്യാം. പല കളറ് ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമുണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡൊന്നും ഇല്ല, അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലെ ഫ്ലവർ വേസുകളോ അങ്ങനെയുള്ളതിനൊക്കെ ചെറുതായിട്ട് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് വെച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അത് അറിയില്ല. അതുപോലെ നമ്മുടെ സ്പെക്സിൻ്റെയൊക്കെ സ്ക്രൂ ലൂസായി പോരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് ചെറുതായിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ അത് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ ആ പിടിയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് പോയാലും ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ച് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ മൊബൈലിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ പിടിപ്പിക്കാറുണ്ട്. നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കയ്യിൽ നന്നായി പിടിക്കാനൊക്കെ. അതിൻ്റെ ആ ഗോൾഡൻ കളർ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പോവും. അപ്പോൾ അത് പോവാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കോട്ട് അടിച്ചാൽ മതി. ഒരുപാട് അടിച്ചാൽ അതൊരു വേറെ ഷെയ്ഡ് പോലെ വരും. ഒറ്റ കോട്ട് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ആ ഗോൾഡൻ കളർ കുറേ നാൾ പോവാതെ നിൽക്കും. അതുപോലെ നമുക്ക് ഈ ഫാനിൻ്റെ ഒക്കെ റെഗുലേറ്ററുമേ ഇതുപോലെ മാർക്കുകളുണ്ട്. അത് കുറേ നാളാകുമ്പോൾ അതിങ്ങനെ മാഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് വെച്ച് അവിടെ ഒരു മാർക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് നെയിൽ പോളിഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് അടയാളങ്ങളൊന്നും പോവാതെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് അയൺ ബോക്സിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ സ്കൂട്ടറിൻ്റെയൊക്കെ പെയിൻ്റൊക്കെ ചില സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉരഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് നെയിൽ പോളിഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഒട്ടും അറിയില്ല അത് പോയതൊന്നും. അതുപോലെ നമ്മുടെ ടി വിയുടെ റിമോട്ടിൻ്റെ ഒക്കെ ഈ നമ്പറുകളൊക്കെ നമ്മൾ എന്നും പ്രസ് ചെയ്യുമ്പോൾ കുറേ നാളാകുമ്പോൾ അത് പിന്നെ മാഞ്ഞു പോവും. പിന്നെ 1, 2 ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു ഏകദേശം പൊസിഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ഇത് മായുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ജസ്റ്റ് ഒന്ന് ആ ഒരു മുകൾ ഭാഗത്ത് മാത്രം മതി കേട്ടോ, അവിടെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് മായേ ഇല്ല. ഞാൻ ആദ്യമൊക്കെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് റിമോട്ട് വെക്കാറുണ്ട് ഇത് മാഞ്ഞു പോകാതിരിക്കാൻ. ഈ ഒരു ടിപ്പ് കിട്ടിയ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള സ്പ്രേകളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അടിഭാഗം തുരുമ്പ് പിടിക്കാറുണ്ട്. ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, എന്തായാലും വെള്ളം തട്ടിയിട്ടൊക്കെ തുരുമ്പ് പിടിക്കും. അതുപോലെ ചില പൗഡറിൻ്റെ ഉണ്ടാവും അടിഭാഗത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഇതുപോലെ നെയിൽ പോളിഷ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കാണ്ട് ഇരിക്കും.
അതുപോലെ തന്നെ നമുക്ക് ലെതറിൻ്റെയൊക്കെ ഹാൻഡ് ബാഗിലൊക്കെ ചെറിയ ഡാമേജ് വരും. ചിലപ്പോൾ ആ ലെതറിൻ്റെ ഭാഗം ഒന്നിങ്ങനെ പൊളിഞ്ഞു പോയിട്ട് അപ്പോൾ ഒരു മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഡാമേജ് അറിയാതിരിക്കാൻ നമുക്ക് ആ സെയിം കളറിലുള്ള ഒരു നെയിൽ പോളിഷ് ചെറുതായിട്ടൊന്ന് അവിടെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നീട് കുറച്ചൊന്ന് പൊളിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ഡാമേജ് അറിയാണ്ടിരിക്കാനും അത് നല്ലതാണ്. പിന്നെ ഒരു അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ കാതിൽ സ്വർണ്ണക്കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിരി ലൂസായിട്ട് അവർ അതിൻ്റെ ബാക്ക് കളഞ്ഞിട്ട് വരാറുണ്ട്. അതൊഴിവാക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പിരിയിൽ ലേശം നെയിൽ പോളിഷ് ആക്കിയിട്ട് പിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു കുറച്ച് ഒട്ടിയ പോലെ ഇരിക്കും. എന്നാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് ബലം പ്രയോഗിച്ചാൽ അത് തിരിച്ച് ഊരാനും പറ്റും. കുട്ടികളുടെ ചെവിയിൽ നിന്ന് അത് ഊരി പോവാതിരിക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് ഷൂവിൻ്റെ ലൈസ് ഹോളിലൂടെ കോർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ തുമ്പൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ആ തുമ്പത്ത് നമുക്ക് കുറച്ച് നെയിൽ പോളിഷ് ഒന്ന് ആക്കി കൊടുത്താൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോളിലൂടെ കോർത്തെടുക്കാം. അതുപോലെ തന്നെ സൂചി നൂലും കോർക്കുമ്പോൾ നിങ്ങൾക്ക് നൂലിൻ്റെ തുമ്പത്ത് നെയിൽ പോളിഷ് ആക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നൂല് സൂചിയുടെ ഉള്ളിൽ കൂടെ കോർക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കുട്ടികളുടെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ചില സൈഡിലൊക്കെ ഒരു സ്റ്റിക്കർ പോലെയൊക്കെ ഭംഗിയാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നെയിൽ പോളിഷ് വെച്ച് വരച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നെയിൽ പോളിഷ് വെച്ചിട്ട് കുറേ കൊച്ചു കൊച്ചു ടിപ്പുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും എപ്പോഴെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അപ്പോൾ ഞാൻ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.